السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر الله الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا
يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹമുള്ള സഹോദരന്മാരെ, വിശ്വാസികൾ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നല്ല ആളുകളെന്നോ ചീത്ത ആളുകളെന്നോ വ്യത്യാസമില്ലാതെ അവരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് രോഗം അല്ലെങ്കിൽ രോഗിയായി മാറുക എന്ന കാര്യം. ഇന്ന് ലോകത്ത് അനവധി പുതിയതും പഴയതുമായ രോഗങ്ങൾ നിലനിൽക്കുകയാണ്. അവക്കനുസരിച്ച് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള ചികിത്സകളും ഹോസ്പിറ്റലുകളുമൊക്കെ ധാരാളമായി വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യന്റെ ദുർബലത അവനെ ബോധ്യപ്പെടുത്തുന്ന, തന്റെ കഴിവുകേട് ഒരാളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന പ്രധാനപ്പെട്ട അവസരമാണ് അവന്റെ രോഗത്തിന്റെ ഘട്ടം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഓർക്കാനും അവനിൽ എല്ലാ പ്രതീക്ഷകളും സമർപ്പിക്കുവാനും വിശ്വാസിയെ കൂടുതൽ പ്രേരിപ്പിക്കേണ്ടുന്ന, അല്ലെങ്കിൽ സ്വാഭാവികമായും അങ്ങനെ പ്രേരിപ്പിക്കുന്ന ഒരവസരമാണ് രോഗാവസരം. ഈ രോഗം നൽകുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് ശമനം നൽകുന്നവനും അവൻ തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാചകങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിച്ചു. അല്ലാഹു ആരാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീൻ വഇദാ മരിദ്തു ഫഹുവ യശ്ഫീൻ. എന്നെ സൃഷ്ടിച്ചവനും വഴി കാണിച്ചവനുമാണവൻ, എനിക്ക് ഭക്ഷണം നൽകുന്നവനാണവൻ, വെള്ളം നൽകുന്നവനാണവൻ. അതുപോലെ തന്നെ ഞാൻ രോഗിയായി കഴിഞ്ഞാൽ എനിക്ക് ശിഫ നൽകുന്നവനും അല്ലാഹുവാകുന്നു എന്ന് അല്ലാഹു അവനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അത് ഇബ്രാഹിം അലൈഹിസ്സലാം ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ക്ഷമ പരിശോധിക്കുന്ന, അല്ലെങ്കിൽ ക്ഷമ അവന്റെ സഹനശക്തി പരിശോധിക്കപ്പെടുന്ന ഒരു പ്രത്യേക അവസരം കൂടിയാണത്. ഈ ലോകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ലവരായ ആളുകളെന്നോ ചീത്ത ആളുകളെന്നോ വ്യത്യാസമില്ലാതെ തന്നെ രോഗങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്ത് വന്ന ഏറ്റവും നല്ലവരായ മനുഷ്യന്മാരാണ് മഹാന്മാരായ പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരിൽ പലരും പല രൂപത്തിലുള്ള രോഗങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതിപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് തന്നെയും പല ഘട്ടങ്ങളിലായി പല രൂപത്തിലുള്ള ശാരീരികമായ അസുഖങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും ബാധിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു തെറ്റുകളും ചെയ്തിട്ടില്ലാത്ത ശിശുക്കൾ, ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ ജന്മനാ തന്റെ വൈകല്യമുള്ളവരായും രോഗമുള്ളവരായും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതേ അവസരത്തിൽ ചില ഘട്ടങ്ങളിൽ ശിക്ഷ എന്ന നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മാരകമായ രോഗങ്ങൾ നൽകാറുണ്ട്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലാഹുവിൽ അടിയുറച്ച വിശ്വാസമുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണം എന്ന നിലക്കാണ് അല്ലാഹു രോഗം നൽകുന്നതെങ്കിൽ, അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന, അവന്റെ നിയമനിർദ്ദേശങ്ങളെ അംഗീകരിക്കാതെ കാറ്റിൽ പറച്ചിക്കൊണ്ടിരിക്കുന്ന, പടച്ചതമ്പുരാൻ നിശ്ചയിച്ചിട്ടുള്ള സനാതന മൂല്യങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട്
ധിക്കാരികളായിക്കൊണ്ട് ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക്, കക്ഷികൾക്ക്, സമൂഹത്തിന് മാരകമായ രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാറുണ്ട്. അത് ശിക്ഷ എന്ന നിലക്കാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, സഹാബിമാര് പറയുകയാണ്, റസൂൽ അത് പറയുന്ന രംഗം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അഖ്ബല അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്ക് അഭിമുഖീകരിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, യാ മഅ്ശറൽ മുഹാജിരീൻ, ഓ മുഹാജിറുകളുടെ സമൂഹമേ, മുഹാജിറുകളെ എന്ന് വിളിച്ചുകൊണ്ട് സഹാബത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, ഖംസു ഖിസാലിൻ ഇദാ ബുതുലീതും ബിഹിന്ന വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന. 5 കാര്യങ്ങൾ, ആ 5 കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നത്, ആ പരീക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ പ്രാപിക്കുന്നതിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് അഭയം ചോദിക്കുന്നു, കാവലിനെ ചോദിക്കുന്നു. എന്നിട്ടതിൽ ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ 5-ാമത്തതിൽ ആദ്യത്തെ കാര്യം, ലം തദ്ഹരിൽ ഫാഹിശതു ഫീ ഖൗമിൻ ഖത്തു. ഒരു സമൂഹത്തിൽ ഫാഹിശത്ത് പ്രചരിക്കുകയാണെങ്കിൽ, ഒരു സമൂഹത്തിൽ ഫാഹിശത്ത് പ്രചരിക്കുന്നു. ഫാഹിശത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ ഫാഹിശത്ത് എന്ന് പ്രത്യേകം പറഞ്ഞത് ഒന്ന് വ്യഭിചാരത്തെ സംബന്ധിച്ചാണ്, മറ്റൊന്ന് സ്വവർഗരതിയെ സംബന്ധിച്ചാണ്. മ്ലേച്ഛമായ നിലക്കുള്ള, അവിഹിതമായ നിലക്കുള്ള, ഇസ്ലാം അംഗീകരിച്ചിട്ടില്ലാത്ത ഏത് നിലക്കുമുള്ള ലൈംഗിക നിവൃത്തിക്ക് വേണ്ടി മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവൻ പ്രാപിക്കുന്ന ഏത് മാർഗങ്ങളും ഇസ്ലാമിന്റെ ഭാഷയിൽ ഫാഹിശത്താണ്, മോശമായ സമ്പ്രദായമാണ്. ആ നിലക്കൊരു ഫാഹിശത്ത് സമൂഹത്തിൽ പ്രചരിക്കപ്പെടുമ്പോൾ അതിന് യാതൊരു നിലക്കുള്ള മറയുമില്ലാതെ അത് പരസ്യമാക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ ഇല്ലാ ഫശാ ഫീഹിം അത്വാഊൻ വല്ലൗജാർ അല്ലതീ ലം തകുൻ മളത് ഫീ അസ്ലാഫിഹിം അല്ലദീന മളൗ. ആ കാലഘട്ടം വരുമ്പോൾ ഇല്ലാ ഫശാ ഫീഹിം അത്വാഊൻ, അവരിൽ പ്ലേഗ് എന്ന് പറയുന്ന മാരകമായ രോഗം പടരാതിരിക്കുകയില്ല. വൽ ഔജാർ, മറ്റുള്ള ചില മാരകമായ വേദനകളും സഹിക്കാൻ കഴിയാത്ത ചില രോഗങ്ങൾ, അസഹനീയമായ വേദനയുള്ള രോഗങ്ങൾ. അല്ലത്തി, അങ്ങനത്തെ വേദനയുള്ള രോഗങ്ങളാണ് ലം തകുൻ മളത് ഫീ അസ്ലാഫിഹിം അല്ലദീന മളൗ, അവരുടെ മുമ്പുള്ള ജനതയിൽ കഴിഞ്ഞുപോയിട്ടില്ലാത്തത്ര പുതിയ പുതിയ വേദനകളുള്ള അസഹനീയമായ മാരകമായ രോഗങ്ങൾ ഒരു സമൂഹത്തിൽ പടരാതിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നു. ലോകത്തിന്റെ മുമ്പിൽ ചികിത്സയില്ലാതെ, മരുന്നില്ലാതെ, ഔഷധമില്ലാതെ കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചിട്ടും ഇന്ന് വരെ വൈദ്യശാസ്ത്ര ബുദ്ധിയിൽ അതിന്റെ ചികിത്സയുദിക്കാത്ത നൂറുകണക്കിന് വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന മാരകമായ രോഗങ്ങളിൽ നിന്ന് തലമുറകളിൽ, പുതിയ പുതിയ തലമുറകളിൽ, പുതിയ പുതിയ പേരുകളിൽ ലോകമനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഉത്തരം കിട്ടാത്ത ചികിത്സകളായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം മാത്രം പറയുന്ന, വഹീന്റെ അടിസ്ഥാനത്തിൽ ദീൻ സംസാരിക്കുന്ന അശറഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനം അക്ഷരാർത്ഥത്തിൽ പുലർന്ന ഒരു ലോകത്താണ് നാം ഇന്ന് കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന രോഗങ്ങൾ 2 നിലക്കുണ്ട്. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന, പരലോകത്തിൽ വിശ്വസിക്കുന്ന, ഇസ്ലാമികമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ചും അത് സംബന്ധമായി തന്നെ ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളിൽ വരുന്ന രോഗങ്ങൾ, അതല്ലാഹുവിന്റെ പരീക്ഷണമാണ്. അതല്ലാഹു വെറുത്തതുകൊണ്ട് നൽകുന്നതല്ല. അതവൻ കൂടുതൽ അവരുടെ ഈമാനിനെ പരിശോധിക്കാനും അവരുടെ സഹനശക്തിയെ പരീക്ഷിക്കാനും വേണ്ടി നൽകുന്ന പരീക്ഷണമാണ്. അതിലൂടെ അവർക്കൊട്ടേറെ ഗുണങ്ങളാണ് അവർ സഹിക്കുകയാണെങ്കിൽ നേടിയെടുക്കാനുള്ളത്. അതേ അവസരത്തിൽ അല്ലാഹുവിന്റെ കൽപ്പനകളെ ചോദ്യം ചെയ്തുകൊണ്ട്, നാവുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ലെങ്കിലും പ്രവൃത്തിപഥത്തിലൂടെ പടച്ചറമ്പുരാൻ നിശ്ചയിച്ചിട്ടുള്ള ഇസ്ലാമികമായ മൂല്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് തോന്യാസങ്ങളുടെ പിന്നാലെ കണ്ണുവായിച്ച് തോന്യാസങ്ങളുടെ മജ്‌ലിസുകളിൽ പോയിരുന്ന് കൂട്ടിക്കൊടുപ്പുകാരായി ജീവിച്ചുകൊണ്ട് എല്ലാ മോശത്തരങ്ങളിലും വൃത്തികേടുകളിലും അഴിഞ്ഞാടുന്ന ഒരു തലമുറ, ആ തലമുറക്ക് പാരത്രികമായ ലോകത്തെ എത്താതിരിക്കുന്ന
കഠിനകഠോരമായ അസഹനീയമായ നരകശിക്ഷ എന്ന് പറയുന്ന ഏറ്റവും വലിയ അഗ്നിയുടെ കരിക്കുന്ന ശിക്ഷയ്ക്ക് മുമ്പേ ഭൗതികമായ ലോകത്ത് വെച്ച് തന്നെ നൽകുന്ന ചില ശിക്ഷകളിൽ ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത്, ഇല്ലാ ഫശാ ഫീഹി മുത്താഊൻ വല്ലൗജാഉ അല്ലതി ലം തകുൻ മവത് ഫീ അസ്ലാഫിഹിം അല്ലദീന മളൂ. മുമ്പ് കഴിഞ്ഞിട്ടില്ലാത്ത, മുമ്പ് പരിചയിച്ചിട്ടില്ലാത്ത, മുമ്പ് അറിയപ്പെട്ടിട്ടില്ലാത്ത മാരകമായ രോഗങ്ങൾ ഈ സമൂഹത്തിൽ പടർന്നു പിടിക്കും എന്ന്. എയ്ഡ്സിന്റെയും എബോളയുടെയും അതേപോലെയുള്ള വൈവിധ്യമാർന്ന പേരുകളിലൂടെ ഇനിയും എത്രയോ ഉത്തരം കിട്ടാത്ത, കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത വിവിധങ്ങളായ പേരുകളിലൂടെ രോഗങ്ങളെ സംബന്ധിച്ച് മനുഷ്യൻ വേവലാതിയിലാണ്. ഏറ്റവും വലിയ മഹാമാരിയായ എയ്ഡ്സിന്റെ കാരണമായി തന്നെ വിശേഷിപ്പിക്കപ്പെട്ടത് അതിരുകവിഞ്ഞിട്ടുള്ള ലൈംഗിക ബന്ധമാണ്, അതിരുവിട്ടിട്ടുള്ള ബന്ധമാണ്. ശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈംഗിക ദാഹം തീർക്കാൻ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങളുടെ ഇണകളാണ്. അതിലപ്പുറം നിങ്ങൾ തേടിക്കഴിഞ്ഞാൽ അതിലപ്പുറം നിങ്ങൾ ചാടിപ്പോയാൽ, അതിര് കവിഞ്ഞാൽ അവർ ഏറ്റവും അതിര് കവിഞ്ഞവർ തന്നെയാകുന്നു. ആ നിലക്കുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഫാഹിഷത്ത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു സ്വവർഗരതിയും അതേപോലെയുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങളും സമൂഹത്തിൽ ഇന്നൊരു ന്യൂസ് വാല്യൂ പോലും നഷ്ടപ്പെട്ടുകൊണ്ട് അതിന്ന് സമൂഹത്തിൽ അഴിഞ്ഞാടുകയാണ്. മാരകമായ രോഗങ്ങൾ, വൈവിധ്യമാർന്ന രോഗങ്ങൾ, അതിലൂടെ പടച്ചതമ്പുരാൻ ഈ ലോകത്ത് വെച്ച് തന്നെ അത്തരത്തിലുള്ള ആളുകൾക്ക് നൽകിയേക്കും എന്ന കനത്ത താക്കീതാണ് ഇതിലൂടെ അള്ളാഹുവിന്റെ റസൂല് നൽകുന്നത്. നാം സൂക്ഷിക്കുക, നാം വളരെ ഭയപ്പെടുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പടച്ചവന് വിഹിതമല്ലാത്ത, അവൻ അംഗീകരിച്ചിട്ടില്ലാത്ത എല്ലാ രൂപത്തിലുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും സ്വഭാവങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ. അതേ അവസരത്തിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലുണ്ടാകുന്ന രോഗങ്ങൾ ഒരു പരീക്ഷണമാണ്. പരീക്ഷണം ഒരുപക്ഷെ അവന്റെ ഈമാനിന്റെ കടുപ്പത്തിനനുസരിച്ച് ഒരുപക്ഷെ പരീക്ഷണങ്ങൾ കൂടിയേക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, നബിയെ, അയ്യുന്നാസി അശദ്ദു ബലാഅൻ, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നവർ ആരാണ്? ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്ന വ്യക്തിത്വങ്ങൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖാൽ അൽ-അംബിയാ, അൽ-അംബിയാ, പ്രവാചകന്മാരാണ്. കാരണം അവരാണല്ലോ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ. സുമ്മൽ അംസലു ഫൽ-അംസലു, പിന്നീട് ഏറ്റവും ശ്രേഷ്ഠമായവർ, പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായവർ. യുബ്തല അർ-റജുലു അലാ ഹസബി ദീനിഹി, ഒരാളിൽ എത്രമാത്രം ദീനുണ്ടോ ആ ദീനിനനുസരിച്ചുകൊണ്ട് പരീക്ഷണങ്ങൾ ഏറിക്കൊണ്ടേയിരിക്കും. കൃത്യമായി അല്ലാഹുവിങ്കൽ നിന്ന് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ സഹിക്കുന്നവൻ വിജയിക്കും. അതിൽ അസഹനീയത കാണിച്ചുകൊണ്ട് തെറ്റായ പ്രവർത്തനങ്ങളിലേക്കും ആത്മഹത്യകളിലേക്കും നീങ്ങുന്നവൻ പരാജയപ്പെടുകയും ചെയ്യും എന്നാണ് ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ അസുഖങ്ങൾ വരുമ്പോൾ അത് അവനിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാനൊരു കാരണമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. രോഗമുണ്ടായാൽ ആ രോഗത്തെ പഴിക്കണം എന്നല്ല ഇസ്ലാം പറഞ്ഞത്. ആ രോഗത്തെ പഴിച്ച് സംസാരിക്കരുതെന്നാണ് പറഞ്ഞത്. ആവശ്യമായ ചികിത്സകൾ ചെയ്യണം. ഭൗതികമായ ചികിത്സകളുമുണ്ട്, ആത്മീയമായ ചികിത്സകളുമുണ്ട്. രണ്ടു നിലക്കും ചികിത്സകൾ ചെയ്യുകയും അത് നൽകിയ അല്ലാഹുവിനോട് ക്ഷമ കാണിക്കുകയും ആ മേഖലയിൽ അവൻ കൂടുതൽ സഹനശക്തി പ്രകടിപ്പിക്കുകയും ചെയ്താൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, അവനെ സംബന്ധിച്ചിടത്തോളം ഇരുമ്പിലെ മാലിന്യങ്ങൾ തീയിൽ വെച്ച് കരിക്കപ്പെടുമ്പോൾ, ഇരുമ്പ് തീയിൽ വെച്ച് പഴുപ്പിക്കുമ്പോൾ ഇരുമ്പിലുള്ള മോശപ്പെട്ട അംശങ്ങൾ പുറത്തേക്ക് പോകുന്നത് പോലെ മനുഷ്യരിലുള്ള പാപക്കറകളെ അവന്റെ രോഗങ്ങൾ കഴുകിക്കളയും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഉണങ്ങിയ ഇലകളുള്ള ഒരു വൃക്ഷത്തിന്റെ കമ്പ് പിടിച്ചു കുലുക്കിക്കൊണ്ട് അതിലുള്ള ഇലകൾ പൊഴിർന്നു വീഴുന്ന രംഗം കാണിച്ചു കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ ഇതുപോലെയാണ് വിശ്വാസി. വിശ്വാസിക്ക് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അവൻ അതിലൂടെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ ഈ ഉണങ്ങിയ വൃക്ഷത്തിൽ നിന്ന് ഇലകൾ പൊഴിച്ചു പോകുന്നത് പോലെ വിശ്വാസിയിൽ വന്നിട്ടുള്ള പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അതിലൂടെ പുറത്തു കൊടുക്കുന്നതാകുന്നു എന്ന്. ഇത് രോഗിയായ മനുഷ്യന് രോഗം വരുന്ന അവസരത്തിലുള്ള ആശ്വാസത്തിന്റെ വചനങ്ങളാണ്. അവന്റെ മനസ്സിൽ ക്ഷമയും സഹനവും കുടിയിരുത്തേണ്ടതുണ്ട്. ഒരിക്കലും ഏത് മാരകമായ രോഗം വന്നു കഴിഞ്ഞാലും
ഞാൻ മരിച്ചെങ്കിൽ എന്ന് കൊതിക്കാൻ പാടില്ലെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാരകമായ രോഗം വരികയും അസഹനീയമായ വേദനയുണ്ടാവുകയും ചെയ്യുമ്പോൾ, മരണമാണെന്ന് നല്ലതെന്ന് ആഗ്രഹം തോന്നുമ്പോൾ അപ്പോഴും മരിക്കണേ എന്ന് പറയരുത്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ റസൂലുള്ള പറഞ്ഞതെന്താണ്? പടച്ചതമ്പുരാനെ, ഈ അവസ്ഥയിൽ എന്നെ നീട്ടിയിടുന്നതിനേക്കാൾ എനിക്ക് നല്ലത് മരണമാണെങ്കിൽ നീ എന്നെ മരിപ്പിക്കണേ. അതല്ല, എനിക്ക് ജീവിതമാണ് ഖൈറെങ്കിൽ എനിക്കറിയില്ലല്ലോ, നീ എന്നെ ജീവിപ്പിക്ക്. അങ്ങനെ പ്രാർത്ഥിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിതത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളും മാറി മാറി വരുമ്പോലെ, രാവും പകലും മാറി മാറി വരുമ്പോലെ മനുഷ്യരിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ആരോഗ്യവും അനാരോഗ്യവും. ആരോഗ്യത്തിന് ഭംഗം വരുന്ന അവസ്ഥയാണല്ലോ രോഗാവസ്ഥ. രോഗം വരുന്ന അവസരങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടുള്ള ചികിത്സാ മുറകൾ സ്വീകരിക്കുകയും അല്ലാഹുവിനോട് സഹനവും അതുപോലെ തന്നെ ക്ഷമയും കാണിക്കുകയും ചെയ്യുക. അതോടൊപ്പം അല്ലാഹുവിന്റെ ഈ പരീക്ഷണം ഇതേതെങ്കിലും നിലയ്ക്ക് തന്നിലുള്ള തിന്മകൾക്കുള്ള തിരിച്ചടിയാണോ എന്ന ഭയപ്പാടുണ്ടാവുകയും പടച്ചതമ്പുരാനോട് അകമഴിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് അവനിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യുക. എങ്കിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നന്മ കിട്ടിയാൽ അവൻ ശുക്ർ കാണിച്ചുകൊണ്ട് അവന് ഉപകാരപ്പെടുത്തുന്നു. തിന്മ ബാധിച്ചാൽ, ആപത്ത് ബാധിച്ചാൽ അവൻ സബ്ർ കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലത്തെ പിടിച്ചു വച്ചുന്നു. ആ ഒരവസ്ഥയാണ് യഥാർത്ഥ വിശ്വാസിക്കുണ്ടായിരിക്കേണ്ടത്. അതല്ലാതെ രോഗങ്ങൾ വരുമ്പോൾ ആ രോഗങ്ങളെ പഴിക്കുകയോ അതല്ലെങ്കിൽ ഈ രോഗം തനിക്കൊരു ശിക്ഷയായി അള്ളാഹു തന്നതായിരിക്കുമോ എന്ന് ചിന്തിക്കാതിരിക്കുകയോ ചെയ്യുന്നത് ബുദ്ധിയല്ല. അതുകൊണ്ട് വിശ്വാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ കഴിവും തന്റെ കഴിവുകേടുമാണ് രോഗാവസ്ഥയിൽ കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അതിലൂടെ അവൻ കൂടുതൽ പശ്ചാത്തലിക്കുന്ന മനസ്സുള്ള, അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന ഒരവസ്ഥയുള്ളവനായി തീരണം. അതാണ് അല്ലാഹു നിർദ്ദേശിക്കുന്നത്. അത്തരത്തിൽ നല്ല രൂപത്തിൽ രോഗങ്ങളെ സമീപിക്കുന്ന, അതിനെ ചികിത്സിക്കുന്ന, അല്ലാഹുവിന്റെ മഹത്വത്തെ മനസ്സിലാക്കാൻ ഇത് ഉപയോഗപ്പെടുത്തുന്ന, സഹിക്കുവാനും ക്ഷമിക്കുവാനും കഴിവ് നൽകപ്പെടുന്ന എല്ലാവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി പെരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്. അമ്മാ ബഅദ്, ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം വന്നു കഴിഞ്ഞാൽ അല്ലാഹുവിലേക്ക് വിശ്വാസിയുടെ മനസ്സ് കൂടുതൽ കൂടുതൽ അടുക്കണം. ചെറുതും വലുതുമായ രോഗങ്ങൾ, നാം അറിഞ്ഞതും അറിയാത്തതുമായ രോഗങ്ങൾ മനുഷ്യരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നിരന്തരമായി അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. ഒരിക്കലൊരു സഹാബി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പരാതിപ്പെട്ടു, നബിയെ, കുറെ കാലമായി ശരീരത്തിന്റെ ഒരു ഭാഗത്ത് നിരന്തരമായി എപ്പോഴും വേദനയാണ്, നിലനിൽക്കുന്ന വേദനയാണ്. ഞാനെന്ത് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഉസ്മാൻ ഇബ്നു അബീൽ ആസ് റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ടാണ് ഈ ആവലാതി ബോധിപ്പിക്കുന്നത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആത്മീയ ചികിത്സ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് വിശ്വാസികളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകുന്ന അവസരത്തിൽ വിശ്വാസത്തോടുകൂടി പ്രയോഗവൽക്കരിച്ചാൽ തീർച്ചയായും അതുകൊണ്ട് ഗുണം ലഭിക്കും എന്നുള്ളത് സംശയിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ചികിത്സ, നിന്റെ ശരീരത്തിൽ എവിടെയാണ് നിനക്ക് വേദന അനുഭവപ്പെടുന്നതെങ്കിൽ ആ ഭാഗത്ത് നീ നിന്റെ കൈവെക്കുക. വേദന അനുഭവിക്കുന്ന ഭാഗത്ത് നീ നിന്റെ കൈവച്ചുകൊണ്ട് വഖുൽ, നീ പറയണം ബിസ്മില്ലാഹ് എന്ന് 3 തവണ പറയുക. ബിസ്മില്ലാഹ് 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 എന്ന് നീ പറയുക. വഖുൽ 7 മററാത്ത്. അതിനുശേഷം നീ 7 തവണ ഇങ്ങനെ പറയണം, അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. 7 തവണ ഇത് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ബിസ്മില്ലാഹ് എന്ന് 3 തവണ വേദന തോന്നുന്ന ഭാഗത്ത് കൈവച്ചുകൊണ്ട് ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ. അത് പറയുന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ സർവശക്തനായ അല്ലാഹുവിന്റെ കഴിവും ദുർബലനായ
തന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്തനുഭവിച്ച വേദന നിവർത്തിക്കാൻ സാധ്യമാവാത്ത ഏറ്റവും വലിയ ദുർബലരിൽ ദുർബലായ തന്റെ കഴിവുകളും അവനതിലൂടെ അംഗീകരിക്കുകയാണ്. ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ അഊദു, ഞാൻ അഭയം ചോദിക്കുന്നു, ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി, അടച്ചതമ്പുരാന്റെ ഇസ്സത്തിനെ മുൻനിർത്തിക്കൊണ്ട്, അവന്റെ ഏറ്റവും വലിയ ഖുദ്റത്ത്, ഏത് മാരക രോഗത്തെയും ശമിപ്പിക്കുവാൻ കഴിവുള്ളവനാണ് അല്ലാഹു. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞില്ലേ, വൈദാ മരിദതു, ഞാൻ രോഗിയായാൽ ഫഹുവ യശ്ഫീൻ, അവനാണ് എനിക്ക് സുഖം നൽകുന്നവൻ. ആ ഖുദ്റത്തുള്ള എല്ലാത്തിനും കഴിവുള്ള ഇസ്സത്തുള്ള പ്രതാപവാനായ അല്ലാഹുവിനോട് ഞാനിതാ അഭയം ചോദിക്കുന്നു, കാവലിനെ ചോദിക്കുന്നു. മിൻ ശർരി മാ അജിദു, ഞാൻ അനുഭവിക്കുന്ന തിന്മയിൽ നിന്ന്, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ തിന്മയിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് അഭയം ചോദിക്കുന്നു. വഉഹാദിറു, ഞാൻ വല്ലാതെ ഭയപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ, ഞാൻ പേടിക്കുന്ന, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവയിൽ നിന്നെല്ലാം, അവയുടെ എല്ലാം ശർറിൽ നിന്ന് ഞാൻ അല്ലാഹുവിന്റെ ഇസ്സത്തും ഖുദ്റത്തും നിർത്തിക്കൊണ്ട് അവനോട് തന്നെ കാവലിനെ ചോദിക്കുന്നു, അഭയം തേടുന്നു എന്ന് നീ 7 തവണയും പറഞ്ഞേക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ചികിത്സ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് സുഹൃത്തുക്കളെ, ഇന്ന് നാം മറ്റുള്ള ഭൗതികമായ ചികിത്സകൾ തുടർന്നുകൊണ്ടിരിക്കെ തന്നെ വിശ്വാസികളായ ആളുകൾക്ക് ഏതവസരത്തിലും പ്രയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി അവന്റെ അസുഖം മാറിയിട്ടില്ലെങ്കിൽ പോലും അല്ലാഹുവിന്റെ റസൂല് നിർദ്ദേശിച്ച ഒരു കാര്യം അവൻ നടപ്പിൽ വരുത്തി, അല്ലാഹുവിന് ഇഷ്ടകരമായ ഒരു കാര്യം അവനോട് പ്രാർത്ഥിച്ചു എന്നതുകൊണ്ട് അവന്റെ സൽക്കർമ്മങ്ങളുടെ റിക്കാർഡിൽ അത് രേഖപ്പെടുത്തപ്പെടുമെന്നതിൽ സംശയമില്ല. ഇത് നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത കാരണങ്ങളാൽ വേദന വരാറുണ്ട്. ശാരീരികമായ കാരണങ്ങളാൽ വരാറുണ്ട്. മാനസികമായ കാരണങ്ങളാൽ മനുഷ്യന്റെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേദനയില്ലാതെ തന്നെ അവന് വേദനയുണ്ടെന്ന് തോന്നാറുണ്ട്. ഏത് ഘട്ടങ്ങളിലും വേദന തോന്നുന്ന ശരീരത്തിന്റെ ഭാഗങ്ങളിൽ കൈവച്ചുകൊണ്ട് ബിസ്മില്ലാഹ് 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 അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു എന്ന് 7 തവണയും നാം ചൊല്ലി നോക്കുക, അർത്ഥവും ആശയവും അറിഞ്ഞുകൊണ്ട്. അല്ലാഹുവിന്റെ ഇസ്സത്തിനെ അംഗീകരിക്കുന്നുണ്ടോ നമ്മൾ? അല്ലാഹുവിന്റെ ഖുദ്റത്തിൽ വിശ്വാസമുണ്ടോ എന്ന് നമുക്ക് എങ്കിൽ അത് നമ്മുടെ കഴിവുകേടിനെയും അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ഉത്കൃഷ്ടമായ കഴിവിനെയും നമ്മെ ബോധ്യപ്പെടുത്തും. ആ ഒരു രൂപത്തിൽ നാം ഭൗതികമായ ചികിത്സകളോടൊപ്പം അല്ലാഹുവിന്റെ റസൂലിലൂടെ പഠിപ്പിച്ച നിരവധി ആത്മീയ ചികിത്സകളുണ്ട്. അതൊക്കെയാണ് ഒരു പക്ഷേ ഒരു വേള മന്ത്രങ്ങൾ എന്ന് പറയുന്നത്, അത് വേറൊരു വിഷയമാണ്. ഏത് ഘട്ടങ്ങളിലും ഈ 2 നിലക്കുമുള്ള ചികിത്സകളിലൂടെ, പ്രാർത്ഥനകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും രോഗങ്ങളെ സമീപിക്കുമ്പോൾ അത്ഭുതകരമായ നിലക്ക് അല്ലാഹു അത് ഈ ലോകത്ത് വെച്ച് ശിഫ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശിഫയുണ്ടാകും. ഇനി ഉണ്ടായില്ലെങ്കിലോ പ്രാർത്ഥിച്ചതിന്റെയും ക്ഷമിച്ചതിന്റെയും സഹിച്ചതിന്റെയും മഹീതമായ പ്രതിഫലം പരലോകത്ത് നമ്മുടെ നന്മയുടെ തുലാത്തിൽ തീർച്ചയായും ഉണ്ടായിരിക്കും. ഇതും കൂടി നാം മനസ്സിലാക്കുക. ഏതവസരത്തിലും അല്ലാഹുവിനോടാണ് പ്രാർത്ഥന, അത് മറക്കരുത്. രോഗത്തിന്റെ ശമനത്തിന് വേണ്ടി ഒരാളോടും പ്രാർത്ഥിച്ച ചരിത്രം ഇസ്ലാമിക പ്രവാചകന്മാരുടെ ചരിത്രത്തിലോ മഹത്തുക്കളുടെ ചരിത്രത്തിലോ ഇല്ല. പ്രവാചകൻ പഠിപ്പിച്ച മുഴുവൻ പ്രാർത്ഥനകളും ആരാണോ രോഗം നൽകിയത്, ആരാണോ ശമനം നൽകുന്നവൻ, അവനോട് മാത്രമാണ്. അല്ലാഹുമ്മ റബ്ബന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവേ, അദ്ഹിബിൽ ബൽസാനി, ബുദ്ധിമുട്ടിനെ നീക്കിക്കളയണമേ, ഇശ്വി നീ സുഖം നൽകണമേ, ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. രോഗിയെ സമീപിക്കുന്ന അവസരത്തിലും രോഗിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണത്, വിശദീകരിക്കാൻ സമയമില്ല. ഏതായിരുന്നാലും ഏത് ഘട്ടത്തിലും നിരന്തരമായി തന്റെ മനസ്സിനെ അല്ലാഹുവിലേക്ക് തിരിക്കാൻ ഉതകുന്ന നിലക്കായിരിക്കണം വിശ്വാസിയുടെ ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങളും രോഗങ്ങളുമൊക്കെ. അതോടൊപ്പം നേരത്തെ പറഞ്ഞത് മറക്കാതിരിക്കുക, തന്റെ ജീവിതത്തിലെ പിടിപ്പുകേടുകൾ കൊണ്ട്, തന്റെ ജീവിതത്തിലെ തിന്മകൾ മുഖേന അല്ലാഹു തനിക്ക് ശിക്ഷയായി നൽകുന്നതാണോ എന്ന ഭയവും അവനിലേക്കുള്ള ഖേദപ്രകടനവും അതും കൂടി വിശ്വാസിയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അവന് 2 നിലക്കും അത് പ്രയോജനപ്പെടും ആഖിറത്തിൽ എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബാദികളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത അസഹനീയമായ മാരക രോഗങ്ങൾ മുഖേനയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് റഹ്മാനായ തമ്പുരാൻ നമുക്കെല്ലാം മോചനം നൽകുമാറാകട്ടെ. പ്രയാസപ്പെടുന്ന, കഷ്ടപ്പെടുന്ന മാരകമായ രോഗങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സുഖപ്പെടുത്താൻ കഴിവുള്ള അല്ലാഹു അവർക്ക് ശമനം നൽകുമാറാകട്ടെ.
നമ്മളിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ സുഖം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.